ഫുട്ബോളിൻ്റെ ചരിത്രം BC 3-ാം നൂറ്റാണ്ടിലെ ചൈനീസ് കുജു പോലുള്ള പുരാതന പന്ത് ചവിട്ടൽ ഗെയിമുകൾ മുതൽ 12-ാം നൂറ്റാണ്ടിലെ മധ്യകാല ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ച മോബ് ഫുട്ബോൾ വരെ നീളുന്നു. എന്താണ് കുജു, അതുപോലെ മോബ് ഫുട്ബോൾ, എങ്ങനെയാണ് ലോകമെമ്പാടുള്ള പ്രായലിംഗ ഭേദമന്യേ ആരവം തീർക്കുന്നത്, ഇന്ന് കാണുന്ന കായിക മത്സരത്തിലേക്ക് ഫിഫയുടെ കടന്നുവരവ് എപ്പോഴാണ് എന്നൊക്കെയല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? വരൂ പറഞ്ഞു തരാം. ആദ്യം അങ്ങ് ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങാം. കുജു, കു എന്നാൽ കാലുകൊണ്ട് ചവിട്ടുക എന്നും ജു എന്നാൽ തൂവൽ കൊണ്ട് അല്ലെങ്കിൽ മുടി കൊണ്ട് നിറച്ച തൂവൽ പന്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കാലുകൾ കൊണ്ട് പന്ത് ചവിട്ടുക എന്നായിട്ട് വരും. 2000 വർഷത്തിലേറെ പഴക്കമുള്ള വാറിംഗ് സ്റ്റാറ്റസ് കാലഘട്ടത്തിൽ നിന്നും സൈനിക പരിശീലനത്തിൽ നിന്നും പ്രൊഫഷണൽ ലീഗുകൾ, ട്രാൻസ്ഫർ മാർക്കറ്റുകൾ എന്നിവയുള്ള ഉയർന്ന നിയന്ത്രിതവും മത്സരപരവുമായ ഒരു ഗെയിമായി പതിയെ കുജു പരിണമിച്ചു. ഫുട്ബോളിൻ്റെ ആദ്യകാല രൂപമായ ഫിഫ ഈ കായിക സംസ്കാരത്തെ അംഗീകരിച്ചിട്ടുമുണ്ട്. സോങ് രാജവംശത്തിൽ പ്രചാരണത്തിലുണ്ടായിരുന്ന കളിക്കാർ ഒരു നിശ്ചിത സ്ഥലത്തിനുള്ളിൽ പന്ത് പാസ് ചെയ്യുകയും പിഴവുകളുടെ എണ്ണം വിലയിരുത്തുന്നതും ഉൾപ്പെട്ടിരുന്നു. ചരിത്രപരമായ സ്വാധീനം പ്രധാനമായും സ്ക്യൂ, ബൈഡ എന്നീ കായിക മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സ്ക്യൂ ചന്ദ്രകലയുടെ ആകൃതിയിലുള്ള വലകൾക്ക് അഭിമുഖമായി അടച്ചിട്ട മൈതാനത്ത് 2 ടീമുകൾ മത്സരിക്കുന്നു. എതിരാളിയുടെ വലയുടെ ഏറ്റവും കൂടുതൽ തവണ പന്ത് വിജയകരമായി ചവിട്ടുന്ന ടീം വിജയിക്കുന്നു. ബൈഡ സ്കില്ലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സോങ് രാജവംശത്തിൽ പ്രചാരത്തിലുള്ള ഒരു ശൈലി. അവിടെ ഗോളൊന്നുമില്ല, പകരം കളിക്കാർ ഊയമനുസരിച്ച് പന്ത് വായുവിൽ വയ്ക്കുകയോ വലയം ചെയ്ത റോപ്പ് ഏരിയയിലേക്ക് കൈമാറുകയോ ചെയ്യുന്നു. ഒരു കളിക്കാരൻ പിഴവ് ചെയ്യുകയോ സംഭവിക്കുകയോ ചെയ്താൽ പോയിന്റുകൾ കുറയ്ക്കും. ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കളിക്കാരൻ വിജയിക്കും. നിയമങ്ങൾ: കളിക്കാർക്ക് തല, നെഞ്ഞ്, പാദങ്ങൾ, കാലുകൾ എന്നിവ ഉപയോഗിക്കാം. പക്ഷേ കൈകൾ കൊണ്ട് പന്ത് തൊടുന്നത് കർശനമായ ഫൗളാണ്. മത്സരങ്ങളുടെ ശൈലി അനുസരിച്ച് ഒരു ടീമിൽ 12 മുതൽ 16 വരെ കളിക്കാർ ഉൾപ്പെടുന്ന മത്സരങ്ങളിൽ 2 അല്ലെങ്കിൽ 10 കളിക്കാർ വരെ ആയാലും കളി തുടങ്ങാം. വിജയവും സ്കോറിങ്ങും: ഫൗളുകളുടെ പോയിന്റുകൾ കണക്കുകൂട്ടി കുറച്ച് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മത്സരാർത്ഥിയെയാണ് വിജയിയായി നിർണ്ണയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു പുരാതന ചൈനീസ് സാംസ്കാരിക കായിക വിനോദം. ഇനി നമുക്ക് കാലചക്രത്തിൽ കറങ്ങി 12-ാം നൂറ്റാണ്ടിലെ മധ്യകാല ഇംഗ്ലണ്ടിലേക്ക് പോവാം. ബ്രിട്ടീഷ് ദ്വീപുകളിലുടനീളമുള്ള പട്ടണങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലെ തെരുവുകളിലും നൂറുകണക്കിന് കളിക്കാർ തുന്നിക്കെട്ടിയ മൃഗത്തിൻ്റെ തൊലി കയ്യിൽ പിടിച്ചു കൊണ്ടുപോവാൻ പാകത്തിന് വീർപ്പിച്ചു നദിക്ക് കുറുകെ എതിരാളിയുടെ പട്ടണത്തിലേക്കോ എതിർ ടീമിൻ്റെ ഗ്രാമകേന്ദ്രങ്ങളിലേക്കോ പള്ളികളിലേക്കോ അല്ലെങ്കിൽ ഒരു നിശ്ചിത നായികക്കല്ലിലേക്കോ കൊണ്ടുപോയി വലിച്ചിടുക അല്ലെങ്കിൽ ചവിട്ടുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. തട്ടിപ്പറിച്ച പന്തുമായി തള്ളുകയും തിരക്കുകയും ചെയ്ത് ആദ്യകാല നഗരീതികൾ വിനോദം, വ്യായാമം, സൈനിക പരിശീലനം എന്നിവയ്ക്കായി പന്ത് ചവിട്ടുന്നത് ഉപയോഗിച്ചു. ഈ കളി മോബ് ഫുട്ബോൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ ബഹളവും ശബ്ദവും, ഓടുമ്പോൾ സ്വത്ത്, കൃഷിനാശവും അക്രമാസക്തവും അപകടകരവും ജീവഹാനിയുമടക്കം പൊതുജനശല്യത്തിന് കാരണമായതോടെ 1835 ഹൈവേ ആക്ട് പോലുള്ള ആധുനിക നിയമങ്ങൾ പൊതു റോഡുകളിൽ ഇത്തരം വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് ഇംഗ്ലണ്ട് അധികാരികൾ നിരോധിച്ചു. അതേസമയം ഗ്രീസിലും റോമിലും എപ്പിക് സ്കൈറോക്സ് പോലുള്ള ഗെയിമുകൾ ചെറിയ പന്തുകൾ ഉപയോഗിച്ചാണ് കളിച്ചിരുന്നത്. റഗ്ബിയോട് സാമ്യമുള്ള അക്രമാസക്ത ടീം തന്ത്രങ്ങളും അവയിൽ ഉൾപ്പെട്ടിരുന്നു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ അവരുടേതായ പന്തുകളി അന്നും കളിച്ചിരുന്നു. എന്നാൽ മോബ് ഫുട്ബോൾ കായിക വിനോദം അതിജീവിക്കുമ്പോൾ വ്യാപകമായി വീണ്ടും നിരോധിക്കപ്പെടുകയും ഏതാണ്ട് വംശനാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കളിയോടുള്ള അധിനിവേശം, ആവർത്തിച്ചുള്ള നിരോധനത്തിന് ശേഷം ചില ജനങ്ങളുടെ ഇടയിൽ ഒരു കനൽ പോലെ അപ്പോഴും പുകയുന്നുണ്ടായിരുന്നു. പ്രശ്നങ്ങളെ ക്രമീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് 1863
ഒക്ടോബർ 26 ലണ്ടനിലെ 11 ക്ലബ്ബുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ ഫ്രീമോൺസൺ സവോണയിലെ ആദ്യത്തെ സാർവത്രിക ഏകീകൃത നിയമങ്ങൾ അംഗീകരിക്കാൻ തീരുമാനിച്ച് ഒത്തുകൂടിയപ്പോൾ സ്റ്റാൻഡേർഡ് നിയമങ്ങൾ ആധുനിക ക്രോഡീകരണവും സ്ഥാപിച്ചുകൊണ്ട് നിർണായക നിമിഷങ്ങളുണ്ടായി. കൈകളുടെ ഉപയോഗം നിയന്ത്രിച്ചിരുന്ന അസോസിയേഷൻ ഫുട്ബോളിനെ അഥവാ സോക്കർ കളിക്കാർക്ക് പന്ത് കൊണ്ടുപോകാൻ അനുവദിച്ചുകൊണ്ട് റഗ്ബിയും കൈകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് ഫുട്ബോളും രൂപപ്പെടുത്തി. ആഗോള വികാസം. ലോകകപ്പും ലോകമെമ്പാടും ഫുട്ബോൾ വ്യാപിക്കുന്നതിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം വലിയ പങ്ക് വഹിച്ചു. നാവികരും പട്ടാളക്കാരും റെയിൽവേ തൊഴിലാളികളും യൂറോപ്പ്, ആഫ്രിക്ക, തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ ഫുട്ബോൾ അവതരിപ്പിച്ചു. അവിടെ ജനങ്ങൾ അത് ആവേശത്തോടെ സ്വീകരിക്കുകയും ഭൂഖണ്ഡ യൂറോപ്പ് അതിനപ്പുറത്തേക്ക് ഈ കായിക വിനോദം വ്യാപിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ഭരണവും ലോകകപ്പും കായിക രംഗം വളർന്നപ്പോൾ മത്സരങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രാദേശിക ദേശീയ അസോസിയേഷനുകൾ സ്ഥാപിക്കപ്പെട്ടു. പുരാതനവും കുഴപ്പങ്ങൾ നിറഞ്ഞതുമായ നാടോടിക്കളികളിൽ നിന്ന് ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദമായി പരിണമിക്കുന്നത് ഇവിടെ നിന്നാണ്. ഫിഫയുടെ സ്ഥാപനം. അടിത്തറയും ഗെയിം നിയമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സൗഹൃദപരമായ അന്താരാഷ്ട്ര ബന്ധങ്ങൾ വളർത്തുന്നതിനും ആഗോളതലത്തിൽ നിയമങ്ങൾ മാനദണ്ഡമാക്കുന്നതിനുമായി 1904 മെയ് 21 ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, നെതർലാൻഡ്, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള 7 സ്ഥാപക രാജ്യങ്ങൾ ചേർന്നാണ് ഫ്രാൻസിലെ പാരീസിൽ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ ഫിഫ സംഘടന ആരംഭിക്കുന്നത്. അസോസിയേഷനുകൾക്കിടയിലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇത് 211 അംഗ അസോസിയേഷനുകളുമായി ആഗോള അസോസിയേഷൻ ഫുട്ബോൾ, ഫുട്സൽ, ബീച്ച് സോക്കർ എന്നിവയെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് വളർന്നു. ആദ്യകാല നേതൃത്വത്തിന് കീഴിൽ ലണ്ടനിൽ നടന്ന 1908 ഒളിമ്പിക്സ് ഗെയിംസിൽ ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഫിഫ നിർണായക പങ്ക് വഹിച്ചു. ലോകകപ്പിൻ്റെ ജനനം 1920കളിൽ ഫുട്ബോൾ ആഗോള ശ്രദ്ധ നേടിയതോടെ ഫിഫ പ്രസിഡന്റ് ജൂൾസ് റിമെറ്റ് ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര ടൂർണമെന്റ് സൃഷ്ടിക്കുന്നതിന് നേതൃത്വം നൽകി. ഫിഫ ലോകകപ്പ് 1930 ഉറുഗ്വേയിൽ നടന്ന ആദ്യത്തെ ഫിഫ ലോകകപ്പിന് ആതിഥേയ രാഷ്ട്രം അർജന്റീനയെ 4-2 പരാജയപ്പെടുത്തി ആദ്യ കിരീടം വഹിക്കുകയും ചെയ്തു. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഏക കായിക ഇനമായി വളർന്നു. തുടക്കത്തിൽ 13 ടീമുകൾ പങ്കെടുത്ത ഒരു ക്ഷണ മത്സരമായിരുന്നു ടൂർണമെന്റിന്. പിന്നീട് 48 ടീമുകളുടെ ആഗോള മെഗാ ഇവന്റായി വികസിച്ചു. ആധുനിക ഗെയിം ഇന്ന് ഫിഫയുടെ കളി നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഫുട്ബോൾ 200-ലധികം രാജ്യങ്ങളിലായി ഏകദേശം 250 ദശലക്ഷം ആളുകൾ കളിക്കുന്നു. 1970-ൽ മഞ്ഞ, ചുവപ്പ് കാർഡുകൾ 1991-ൽ ഫിഫ അതിൻ്റെ പ്രീമിയർ ടൂർണമെന്റ് ആശയം വനിതാ ഗെയിമിലേക്ക് വികസിപ്പിച്ചു. ചൈനയിൽ ആദ്യത്തെ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചു. ന്യായമായ കളി ഉറപ്പാക്കാൻ വീഡിയോ അസിസ്റ്റന്റ് വാർ സാങ്കേതിക പുരോഗതി സംവിധാനം അടുത്തിടെ സ്വീകരിച്ചതും ഉൾപ്പെടെ നിരവധി സാങ്കേതികവും തന്ത്രപരമായ പുരോഗതി ഈ ഗെയിമിന് ഉണ്ടായിട്ടുണ്ട്. ആഗോള വികാസവും ആധുനിക യുഗവും തുടർന്നുള്ള പ്രസിഡന്റുമാരുടെ കീഴിൽ ഫിഫ അതിൻ്റെ കാൽപ്പാടുകൾ സാംസ്കാരികവും സാമ്പത്തികവുമായ ഒരു ശക്തി കേന്ദ്രമായി മാറി. ആധുനിക യുഗത്തിലേക്കുള്ള പരിണാമം ഇന്ന് ഫുട്ബോൾ കോടിക്കണക്കിന് ഡോളർ വിതക്കുന്ന ഒരു ആഗോള വ്യവസായമാണ്. ഇങ്ങനെയാണ് കുഴപ്പങ്ങൾ നിറഞ്ഞതും പുരാതനവുമായ നാടോടി പാരമ്പര്യങ്ങൾ ഇന്ന് നമുക്ക് പരിചിതമായ സംഘടിത മനോഹര കളികളായി രൂപപ്പെട്ടത്. ഫുട്ബോൾ മിത്തുകൾ. ഒരു വലിയ കളിക്കാരൻ മാത്രം ടീമിനെ തൽക്ഷണം ചാമ്പ്യന്മാരാക്കി മാറ്റുമെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ ചെസ് കളിയെപ്പോലെ ഓരോ കരുക്കളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒത്തൊരുമയും നയതന്ത്രവുമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. മൊത്തത്തിലുള്ള തന്ത്രപരമായ അടിത്തറയും ടീം ഘടനയും ഇതിനകം തകർന്നിട്ടുണ്ടെങ്കിൽ വലിയ ടീമുകൾ അപൂർവമായി മാത്രമേ വിജയിക്കൂ. നിരവധി പ്രശസ്ത നിലനിൽക്കുന്ന തെറ്റായ ഓഫ്സൈഡ് നിയമങ്ങൾ. ഇതിഹാസ കളിക്കാരെക്കുറിച്ചുള്ള ഇതിഹാസങ്ങളിലേക്ക്. വാസ്തവത്തിൽ നിങ്ങളുടെ സ്വന്തം പകുതിയിൽ നിങ്ങൾക്ക് ഓഫ്സൈഡ് ആകാൻ കഴിയില്ലെന്നോ
ഒരു ത്രോ ഇന്നിൽ നിന്ന് നിങ്ങൾക്ക് ഓഫ്സൈഡ് ആകാൻ കഴിയില്ലെന്നോ പലരും തെറ്റായി വിശ്വസിക്കുന്നു. ഇവ രണ്ടും റെഡിറ്റ് ആർ സോക്കർ ചർച്ചാപ്രകാരം തെറ്റാണ്. പ്രൊഫഷണൽ കളിക്കാരെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളെയും ഇതിഹാസങ്ങളെയും കുറിച്ച് അറിയാൻ വാസ്തവത്തിൽ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ മികച്ച മിത്ത് വീഡിയോയിലെ സത്യം ചർച്ച ചെയ്യുന്നത് പോലെ മാൽഡീനിയുടെ കുറ്റമറ്റ പ്രതിരോധം. AC മിലാൻ സെന്റർ ബാക്ക് ജോഡിയായ പൗലോ മാൽഡീനിയും ഫ്രാങ്കോ ബറോസിയും ഒരുമിച്ച് 196 മത്സരങ്ങൾ കളിച്ചതായും 23 ഗോളുകൾ മാത്രമാണ് വഴങ്ങിയതെന്നും ഒരു ജനപ്രിയ സോഷ്യൽ മീഡിയ സ്ഥിതിവിവരക്കണക്ക് അവകാശപ്പെടുന്നു. ഇത് പൂർണ്ണമായും തെറ്റാണ്. അവരുടെ യഥാർത്ഥ പ്രതിരോധ റെക്കോർഡുകൾ കൂടുതൽ നിലവാരമുള്ളതായിരുന്നു. 7 ബിഗ്ഗസ്റ്റ് മിത്ത് ഇൻ മോഡേൺ ഫുട്ബോളിൽ വിശദീകരിച്ചിരിക്കുന്നു. 0 ടാക്കിളിൽ മാൽഡിനി മിത്ത്. പൗലോ മാൽഡിനി തൻ്റെ കരിയറിൽ ഒരിക്കലും ഒരു ടാക്കിൾ പോലും കളിച്ചിട്ടില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു ടാക്കിൾ ചെയ്യുന്നത് ഒരു ഡിഫൻഡർക്ക് മുമ്പേ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചതല്ല. ആവശ്യമുള്ളപ്പോൾ അദ്ദേഹം പതിവായി ടാക്കുകൾ ചെയ്യുമായിരുന്നു. സിദാന്റെ ഓഫ്സൈഡ് റെക്കോർഡ്. മാൽഡിനി ടാക്ലിംഗ് മിത്തിന് സമാനമായി സിനദിൻ സിനാന്റെ കരിയറിൽ ഒരിക്കൽ പോലും ഓഫ്സൈഡിൽ പിടിക്കപ്പെട്ടിട്ടില്ലെന്ന് പല ആരാധകരും തെറ്റായി വിശ്വസിക്കുന്നു. നിയമങ്ങളും മെക്കാനിക്സുമായി ബന്ധപ്പെട്ട മിത്തുകളും ഒരു ത്രോയിൻ ദൂരം കുറഞ്ഞ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ച് പല റഫറിമാരും കളിക്കാരും ഇപ്പോഴും തർക്കിക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാം ത്രോയിൻ വിശദീകരണത്തിൽ എടുത്തു കാണിച്ചതുപോലെ കുറഞ്ഞ ദൂരം നിബന്ധനകളൊന്നുമില്ല. കളിക്കാർക്ക് പല ചലനം നിർത്തി മൈതാനത്ത് പന്ത് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഓഫ്സൈഡ് ഹാഫ് നിയമം പലരും വിശ്വസിക്കുന്നത് ഒരു കളിക്കാരനെ പിച്ചിന്റെ സ്വന്തം പകുതിയിലായിരിക്കുമ്പോൾ ഒരിക്കലും ഓഫ്സൈഡ് ആകാൻ കഴിയില്ല എന്നാണ്. ആക്രമണകാരിയായ കളിക്കാരൻ പന്തിനേക്കാളും രണ്ടാമത്തെ അവസാന എതിരാളിയുടെ ഗോൾ ലൈനിന് അടുത്താണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പകുതിയിൽ ഓഫ്സൈഡ് ആകാൻ കഴിയും. ഗോൾ കീപ്പർ എക്സ്പ്രഷൻ. ആക്രമണകാരിക്കും ഗോളിനുമിടയിൽ നിൽക്കുന്ന 2 പ്രതിരോധ കളിക്കാരിൽ ഒരാൾ ഗോൾ കീപ്പർ ആയിരിക്കണമെന്ന് ഒരു പൊതു തെറ്റിദ്ധാരണയുണ്ട്. 2 എതിരാളികൾ അഥവാ സാധാരണയായി ഒരു ഔട്ട്ഫീൽഡ് ഡിഫൻഡറും കീപ്പറും നിയമം പാലിക്കുന്നു. ഉപകരണങ്ങളും സാങ്കേതികവിദ്യയും ചെറിയ ഷിൻ പാഡുകൾ മികച്ച നിയന്ത്രണത്തിനും സുഖ സൗകര്യത്തിനും വേണ്ടി പല പ്രൊഫഷണൽ കളിക്കാരും ചെറിയ ഷിൻ പാഡുകൾ ധരിക്കുന്നു. എന്നിരുന്നാലും പന്ത് നിയന്ത്രണത്തിലോ സ്പർശനത്തിലോ അവയ്ക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു വ്യത്യാസമില്ലെന്നാണ് പരീക്ഷണങ്ങൾ കാണിക്കുന്നത്. ഫുട്ബോൾ അത് വെറും ഒരു കളിയല്ല. ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയം ഒരേ താളത്തിൽ മിടിപ്പിക്കുന്ന ഒരു വികാരമാണ്. ഒരു പന്ത് 22 കളിക്കാർ, പക്ഷെ ഓരോ ടച്ചിന്റെയും പിന്നിൽ ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ. മഴയിലും വെയിലിലും ചെളിയിലും മുറിവുകളിലും നമ്മൾ കളിക്കുന്നത് ഒരു മത്സരത്തിനല്ല, നമ്മുടെ ആത്മാവിനാണ്. മൈതാനത്ത് ഇറങ്ങുന്ന നിമിഷം നമ്മൾ സാധാരണ മനുഷ്യരല്ല, ഓരോരുത്തരും സ്വന്തം കഥയിലെ ഹീറോകളാണ്. പന്ത് കാലിൽ തട്ടുന്ന നിമിഷം മുന്നിൽ കാണുന്നത് നമ്മുടെ മിത്രമോ സുഹൃത്തോ അല്ല, നമ്മുടെ എതിരാളികളാണ്. അപ്പോൾ മനസ്സിലൂടെ മിന്നിമറയുന്ന ചില മുഖങ്ങൾ. മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോഡ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആകാശം തൊടുന്ന ചാട്ടം, ഗോളി മികവ്, റൊണാൾഡീനോയുടെ ചിരിയോടെ കളിക്കുന്ന മാജിക്, സിദാന്റെ ശാന്തത, നെയ്മറിന്റെ കല. ഓരോ ഇതിഹാസവും നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യം: ഭയപ്പെടരുത്, പന്ത് സംസാരിക്കട്ടെ. അവസാന മിനിറ്റ്, സ്കോർ സമനില, ശ്വാസം പോലും കേൾക്കുന്ന നിശബ്ദത. ആ നിമിഷം കാലിൽ പന്ത് കിട്ടുമ്പോൾ ലോകം മുഴുവനും ഇല്ലാതെയാകും. ബാക്കി നിൽക്കുന്നത് നിന്റെ സ്വപ്നം, പിന്നെ ആ ഒരു ഗോൾ പോസ്റ്റ് മാത്രം. കാരണം ഫുട്ബോൾ ജയിക്കുന്നത് ട്രോഫിയല്ല, തോൽക്കാൻ തയ്യാറാവാതെ വീണ്ടും നിൽക്കുന്ന മനസ്സാണ്. നമ്മുടെ ശരീരം ഒരിക്കൽ തളരും, ബൂട്ടുകൾ ഒരിക്കൽ പഴകും, പക്ഷേ ഞാനൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്ന അഭിമാനം അത് ഒരിക്കലും പഴകില്ല. കാരണം ലെജൻഡ്സ് ജനിക്കില്ല, അവർ മൈതാനത്ത് ഓരോ വിയർപ്പ് തുള്ളിലൂടെയും സൃഷ്ടിക്കപ്പെടും. ആൻഡ് റിമെമ്പർ,
Football doesn't build character, it reveals it. This isn't just a game, this is football. പുതിയ ചരിത്ര കഥകളുമായി വീണ്ടും കാണുന്നതുവരെ മാസ്സലാമ.